ഹലോ ഓൾ, ഇന്ന് മുതൽ നമ്മൾ സ്റ്റഡി ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. 7 hours 7 days ചാലഞ്ച്. ഒരു ദിവസം മിനിമം 7 hours എങ്കിലും പഠിക്കണം എന്നുള്ള എയിമോട് കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നാണ് അതിന്റെ ഫസ്റ്റ് ഡേ. രാവിലെ 6 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റു, ഫ്രഷ് ആയി ആദ്യം തന്നെ ജനലൊക്കെ തുറന്ന് ഒരു ക്യാൻഡിൽ കത്തിച്ചു. ദെൻ എന്റെ പ്ലാനർ എടുത്തു. ഇന്ന് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ടൈമിൽ പഠിക്കണം എന്നെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഒരു 6:15 to 7:45 വരെയാണ് എന്റെ പ്ലാൻ. അതിനകത്ത് 2 സബ്ജക്ട്സ് ആണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. 1.5 hours ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് എടുത്തത് മാനേജ്മെന്റ് സബ്ജക്റ്റ് ആയിരുന്നു. അതിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാ ടോപ്പിക്സും കവർ ചെയ്തതിനു ശേഷം HRM കൂടി എടുത്ത് പഠിച്ചു. ഒരു 7:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിശക്കാനൊക്കെ തുടങ്ങി. അപ്പൊ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്നാണ് സ്ട്രേഞ്ചർ തിങ്സ് ലാസ്റ്റ് സീസണിലെ കുറച്ച് എപ്പിസോഡ്സ് വരുന്നത്. അത് കാണാതിരിക്കാൻ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. പക്ഷെ ഫുഡ് കഴിക്കുമ്പോഴും റെസ്റ്റ് എടുക്കുമ്പോഴും നമുക്ക് കാണാമല്ലോ. അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് കൂടെ സ്ട്രേഞ്ചർ തിങ്സും കണ്ടു. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു നിർത്തിയിട്ട് പോയിരുന്ന് പഠിക്കാൻ. പക്ഷെ സംഹൗ ഞാനത് മാനേജ് ചെയ്തു. ഞാൻ പിന്നെയും 8:30 തന്നെ പിന്നെയും പഠിക്കാനിരുന്നു. ഇത്തവണ എക്കണോമിക്സും HRM തന്നെയാണ് എടുത്തത്. കാരണം HRMൽ പെൻഡിങ്ങിൽ ഇനിയും ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ നിങ്ങൾ നോട്ടീസ് ചെയ്തൊരു കാര്യം വേണം, ഇതിന്റെ പുതിയ സ്റ്റഡി കോർണറാണ്. ഇപ്പൊ ഫുൾ ടൈം ഇവിടെ തന്നെ ആയിരിക്കും. അതൊരു 2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്കുണ്ടായിരുന്ന കുറച്ച് ചോയ്സ് ഒക്കെ ചെയ്തു. ദെൻ കുളി കഴിഞ്ഞു, ലഞ്ച് കഴിച്ചു. ലഞ്ച് ടൈമിലും സ്ട്രേഞ്ചർ തിങ്സ് മുഖ്യം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തു. ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് എനിക്ക് വേണ്ടി വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ഒക്കെ ചെയ്യുന്നത്. സോ അതൊക്കെ ചെയ്ത് ഒരു 2 മണി ആയപ്പോഴത്തേക്കും പിന്നെയും പഠിക്കാനിരുന്നു. ഉച്ച സമയം അതുകൊണ്ട് 2 മണിക്കൂറൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഒരു 1.5 മണിക്കൂറായിരുന്നു. അതും ഈസി സബ്ജക്റ്റാണ് ഞാൻ എടുത്തത്. HRM തന്നെയായിരുന്നു, കാരണം HRM എനിക്ക് കുറച്ച് ഈസിയാണ്. സോ അതും മാനേജ്മെന്റിലുള്ള ടോപ്പിക്കും കവർ ചെയ്യാനായിരുന്നു പ്ലാൻ. അത് രണ്ടും കഴിഞ്ഞ് ഒരു 3:30 ആയപ്പോഴത്തേക്കും ബാക്കി എഡിറ്റിങ്ങിനുള്ളത് ഞാൻ കുറച്ച് ചെയ്തു. ദെൻ ഒരു 4:30 പിന്നെയും ഇരുന്നു. അതും 1.5 മണിക്കൂറായിരുന്നു. ഇത്തവണ അക്കൗണ്ടിങ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം 4:30 ഒരു നല്ല സമയമാണ്. ഈവനിങ് ടൈം പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പം അക്കൗണ്ടിങ് നീഡ്സ് മോർ കോൺസെൻട്രേഷൻ എന്നുള്ളത് കൊണ്ട് ഞാൻ 4:30 അതിരുന്ന് പഠിച്ചു. അപ്പോഴേക്കും ഒരു 6 മണി സമയമായിരുന്നു. എന്റെ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ചു വരുന്ന സമയമായതുകൊണ്ട് അവരുടെ അടുത്ത് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒക്കെ എത്ര വ്യൂ ഉണ്ടെന്നൊക്കെ നോക്കി ഒരു 7 വരെ ഇരുന്നു. പിന്നെ 7 മണി ആയപ്പോഴത്തേക്കും പിന്നെയും പഠിക്കാൻ കയറി. ഇത്തവണ എക്കണോമിക്സിൽ 2 ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനുണ്ടായിരുന്നത്. അത് രണ്ടും ചെയ്തു. ദെൻ ഡിന്നർ കഴിച്ചു. പിന്നെ ഒരു 10 മണിക്കാണ് ഞാൻ പഠിക്കാനിരിക്കുന്നത്. 10 മണി മുതൽ ഏകദേശം 11:30 11:45 വരെ ഞാൻ കുത്തിയിരുന്ന് പഠിക്കുകയായിരുന്നു. കാരണം ഞാൻ പ്ലാൻ ചെയ്ത പോർഷൻസിൽ പിന്നെയും ടോപ്പിക്സ് കവർ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. സോ അത്രയും നേരം ഇരുന്ന് പഠിച്ച് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 9 hours എങ്കിലും ഞാൻ പഠിച്ചിട്ടുണ്ടാവും. സോ ഇന്നത്തേത് സക്സസ്ഫുൾ ആണ്. അപ്പൊ നാളെ കാണാം. ബൈ.